വളരെ സന്തോഷമുണ്ട് നിങ്ങളോടൊപ്പം ഇന്ന് പ്രഭാതത്തില് കർത്താവിന്റെ വചനവുമായിട്ട് ആയിരിക്കുവാനായിട്ട്. കർത്താവ് എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നാമതായിട്ട് ഞാൻ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും അനുമോദിക്കുവാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇത് ഈ കാലഘട്ടത്തിന് വളരെ ആവശ്യമാണ്. വചനം പഠിക്കുക എന്നുള്ളത്, പ്രാർത്ഥനയിലും വചന പഠനത്തിലും ഉറ്റിരിക്കുക എന്നുള്ളത് ഈ കാലഘട്ടത്തിന് വളരെ ആവശ്യമാണ്. അതുകൊണ്ട് ഈ പ്രയത്നം കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് 53ാമത്തെ ദിവസമാണല്ലേ. ബൈബിൾ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ പ്രിയപ്പെട്ടവരുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, എനിക്കൊരു സജഷൻ ഉണ്ട്. സ്തോത്രം. പലർക്കും ഒരുപക്ഷെ ഈ സമയത്ത് എല്ലാവർക്കും ഒരുപോലെ ഇതിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞുവെന്ന് വരില്ല. ഒരുപക്ഷെ ചിലർ ഇത് ഓൺ ചെയ്ത് വെച്ചിട്ട് അവർക്ക് കാണാൻ രാവിലെ കുട്ടികൾ സ്കൂളിൽ പോകേണ്ടതുണ്ട്. അപ്പോൾ എന്റെ ഒരു സജഷനാണ്, നിങ്ങൾക്ക് ആകുമെങ്കിൽ ഇത് റെക്കോർഡ് ചെയ്ത് ഒരു ചാനൽ എടുത്ത് അതിൽ നിങ്ങൾ ഇത് അപ്ലോഡ് ചെയ്യുമെങ്കിൽ ഇതൊരു പെർമനന്റ് റെക്കോർഡായിരിക്കും. കാരണം ഞാൻ ഒന്ന് രണ്ട് ക്ലാസ്സുകൾ കേട്ടു, ആലിസിന്റെ കൂടെ ഇരുന്നു. വളരെ നല്ല വിഷയങ്ങളാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് അത് ചെയ്യുന്നു. അപ്പോൾ അതിന്റെ ഒരു ഇംപ്രിന്റ് ഉണ്ടാവണം. എന്ന് വെച്ചാൽ അതിന്റെ റെക്കോർഡ് ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. നിങ്ങൾക്കും മറ്റുള്ളവർക്കും, അത് ഭാവിയിലും നമുക്ക് മാത്രമല്ല ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള യുവ തലമുറയ്ക്ക് ഇത് വളരെ നന്നായിരിക്കും. അത് ഒരു സജഷൻ മാത്രമാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. എന്റെ രീതി എന്ന് പറയുന്നത് കുറച്ച് വ്യത്യാസമായിരിക്കും. എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് ബൈബിൾ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു പഠനശാലയാണ്, ഒരു ക്ലാസ് റൂമാണ്. അപ്പോൾ നമ്മൾ ആയിരിക്കുന്നതായ നമ്മളുടെ പ്രസ്ഥാനങ്ങളില്, നമ്മളുടെ സഭകളില് നമ്മൾ വചന ശുശ്രൂഷയ്ക്ക് ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്നവരാണ്. പെന്തക്കോസ്തുകാരുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് നമ്മൾ വചന ശുശ്രൂഷയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കും. അപ്പോൾ ബൈബിൾ ക്ലാസ്സുകൾ പലപ്പോഴും വചന ശുശ്രൂഷയായി മാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് ബൈബിൾ ക്ലാസ് തന്നെയാണ്. എന്താണ് ക്ലാസ്? ക്ലാസ് എന്ന് പറഞ്ഞാൽ അതിലൊരു അധ്യാപകൻ ഉണ്ടായിരിക്കും, വിദ്യാർത്ഥി ഉണ്ടായിരിക്കും. അധ്യാപകൻ പഠിപ്പിക്കുന്നു, വിദ്യാർത്ഥികൾ കേട്ട് പഠിക്കുന്നു. വിദ്യാർത്ഥികൾ കേട്ട് പഠിക്കുമ്പോൾ എന്തുണ്ടാകും? അവർക്ക് സംശയങ്ങൾ ഉണ്ടാകും, ചോദ്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ ആ സംശയങ്ങൾ നിങ്ങൾ ചോദിക്കണം. ഒരുപക്ഷെ ഇപ്പോൾ ഈ ഓൺലൈനിൽ അതിനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുകയില്ല. പിന്നീട് നിങ്ങൾക്ക് ആ സംശയങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു ക്ലാസ് കേൾക്കുമ്പോൾ അതിൽ നിന്ന് ഉണ്ടാകുന്നതായ സംശയങ്ങളെല്ലാം നിങ്ങൾ ചോദിക്കണം. ഒരു മടിയും അതിനെ കാണിക്കരുത്. എന്നെ സംബന്ധിച്ച് ഞാൻ ബൈബിൾ പഠിച്ചത് സംശയങ്ങളിലൂടെയാണ്. ചോദിക്കുമായിരുന്നു, ആര് പഠിപ്പിച്ചാലും ഞാൻ സംശയങ്ങൾ ചോദിക്കുമായിരുന്നു. അത് ഒരിക്കലും ആ ക്ലാസ്സിനെ വല്ലാതെ ആക്കുവാനല്ല. അതിനുശേഷം ഞാൻ ആ ദേവദാസിന്റെ അടുത്ത് ചെന്ന് അല്ലെങ്കിൽ അറിയാവുന്നവരോട് സംശയങ്ങൾ ചോദിച്ച് പഠിക്കുമായിരുന്നു. അപ്പോൾ സംശയങ്ങളിലൂടെയാണ് എനിക്ക് ബൈബിളിന്റെ ആഴങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ സാധിച്ചത്. കാരണം ഒരു സംശയം ചോദിക്കുമ്പോൾ നമ്മളത് പഠിക്കുമ്പോൾ അടുത്ത സംശയം ഉണ്ടാകും, അത് നമ്മൾ പഠിക്കും. അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് പഠിക്കുവാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ വിഷയം എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള, ഏറ്റവും ആഗ്രഹമുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വിഷയം വളരെ ആഴത്തിൽ പഠിക്കണം. അപ്പോൾ വളരെ ആഴത്തിൽ പഠിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉള്ളിൽ ഇത് കേൾക്കുമ്പോൾ സംശയങ്ങൾ ഉണ്ടാകും, ചോദ്യങ്ങൾ ഉണ്ടാകും. ഒരുപക്ഷെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഭാഗത്ത് കൂടുതൽ അറിയാവുന്ന കാര്യങ്ങൾ ഉണ്ടാകും. അത് ഷെയർ ചെയ്യണം. ഇതാണ് ക്ലാസ് എന്ന് പറയുന്നത്. ഇന്ററാക്ഷൻ ആണ്. ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ, ഒരു പഠനശാല എന്ന് പറഞ്ഞാൽ ഇന്ററാക്ഷൻ ആണ്. പഠിപ്പിക്കുന്നവനും പഠിക്കുന്നവരും തമ്മിലുള്ള ഇന്ററാക്ഷൻ. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ ക്ലാസ്സുകളിലും നിങ്ങൾ പഠനം കേൾക്കുന്നത് മാത്രമല്ല, അതിനുശേഷം നിങ്ങളത് അയവിറക്കണം, കട്ട് ചെയ്യണം. അയവിറക്കിയിട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ചോദ്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യണം. നോട്ട് ചെയ്തിട്ട് ഇതിന്റെ ഭാരവാഹികളോട് അത് ഷെയർ ചെയ്യുമ്പോൾ അവര് അതൊരു നല്ല ക്വസ്റ്റ്യൻ ബാങ്ക് ആക്കിയിട്ട് നമ്മുടെ ദേവദാസന്മാരെ അറിയിക്കുകയും അങ്ങനെ അത് ആ സംശയങ്ങൾ ദൂരീകരിക്കുവാൻ നല്ല കൃപയുള്ള ദേവദാസന്മാരുണ്ട്, നമ്മുടെ സഭയിൽ തന്നെ ഉണ്ട്. അവരത് നമുക്ക് ക്ലിയർ ചെയ്ത് തരികയും ചെയ്യും. കർത്താവ് ഇവരെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ബൈബിൾ ക്ലാസ് വിഷയം നിങ്ങൾക്കറിയാമല്ലോ, പരിശുദ്ധാത്മാവിൽ സ്നാനം എന്നുള്ള ഒരു വിഷയമാണ് ഞാൻ ഇന്ന് കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എനിക്കത് ഷെയർ ചെയ്യാൻ പറ്റും? ഒരു നിമിഷം. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? പരിശുദ്ധാത്മാവിൽ സ്നാനം നമ്മൾ പെന്തക്കോസ്ത് വിശ്വാസത്തിൽ വളരെയധികം അധിഷ്ഠിതമായതും അതുപോലെ വളരെ പ്രധാനപ്പെട്ടതുമായ ഒരു പഠിപ്പിക്കലും ഒരു ഉപദേശവുമാണ് പരിശുദ്ധാത്മാവിൽ സ്നാനം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ബാക്കിയുള്ള ക്രിസ്തീയ സഭകളിലും ക്രിസ്തീയ കൂട്ടായ്മകളിലും ഇതില്ലേ? ഒരു ചോദ്യം ഉണ്ടോ? ആദ്യത്തെ ഒരു ചോദ്യം വന്നതുണ്ടോ? ഇത് എല്ലാ ക്രിസ്തീയ കൂട്ടായ്മകളിലും ഉണ്ട്. കാരണം ഇത് വിശുദ്ധ വേദപുസ്തക അധിഷ്ഠിതമാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്ന ഒരു വിഷയമാണ് പരിശുദ്ധാത്മാവിൽ സ്നാനം. പക്ഷേ എങ്ങനെയാണ് അത് നമ്മിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നത്? ഇതര സമൂഹങ്ങൾ, ക്രിസ്തീയ സമൂഹങ്ങൾ വിശുദ്ധ വേദപുസ്തകവുമായി പുതിയ നിയമവുമായി യാതൊരു വിധത്തിലുള്ള ബാധ്യതയും ഇല്ലാതെ അവരുടെ മുൻപുള്ളവർ, അവരുടെ പിതാക്കന്മാർ എന്തു പഠിപ്പിച്ചോ അത് അതുപോലെ ആചരിച്ചു വരുന്ന ഒരു രീതിയാണ് പരിശുദ്ധാത്മാവിൽ സ്നാനം എന്നുള്ള വിഷയമായിട്ട് ഇതര സമൂഹങ്ങൾ നടത്തുന്നത്. ഉദാഹരണത്തിന് നമ്മള് എപ്പിസ്കോപ്പൽ സഭകളിലേക്ക്, പൗരോഹിത്യ സഭകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മൂറോൻ അഭിഷേകം എന്ന് പറയും. എന്ന് വെച്ചാൽ അവർ ശിശുസ്നാനത്തിന് ശേഷം ആ കുഞ്ഞിന്റെ മേൽ മൂറോൻ പുരട്ടും. അപ്പോൾ അവർ വിശ്വസിക്കുന്നത് ഈ മൂറോൻ പുരട്ടുമ്പോൾ ആ കുഞ്ഞിന്റെ മേൽ പരിശുദ്ധാത്മാവ് ആവസിച്ചു, ആ കുഞ്ഞിന് പരിശുദ്ധാത്മാവിൽ സ്നാനം ലഭിച്ചു എന്നാണ്. നമ്മള് പ്രൊട്ടസ്റ്റന്റ് സമൂഹങ്ങളിലേക്ക് വരുമ്പോൾ അതിൽ പ്രത്യേകിച്ച്
പൗരോഹിത്യമില്ലാത്ത, ഉദാഹരണത്തിന് ബാപ്റ്റിസ്റ്റ് ബ്രദറൻ പോലെയുള്ള സഭാ സമൂഹങ്ങളിലേക്ക് വരുമ്പോൾ അവരുടെ ആദ്യകാല പിതാക്കന്മാർ ഒന്നോ രണ്ടോ പേർ പഠിപ്പിച്ച അവരുടെ മനസ്സിൽ തോന്നിയ ഒരാശയം വെച്ച് അവർ പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മ സ്നാനം എന്ന് പറയുന്നത് ഒരുവനെ ക്രിസ്തുവിലാക്കുന്ന പ്രക്രിയയാണ്. എന്ന് വെച്ചാൽ ഒരു വിശ്വാസിയെ ക്രിസ്തുവിലാക്കുന്ന പ്രക്രിയ. അപ്പോൾ എന്താണ്? രക്ഷിക്കപ്പെടുന്ന അതേ നിമിഷം ഒരു പാപി മനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിനെ തന്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് അത് ഏറ്റു പറയുന്ന അതേ നിമിഷം അവരെല്ലാവരും പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടുന്നു. ഈ രണ്ട് ഉപദേശങ്ങൾ, ഞാനിപ്പോൾ രണ്ട് ഉപദേശങ്ങൾ പറഞ്ഞു, ഈ രണ്ട് ഉപദേശങ്ങളും വിശുദ്ധ വചനത്തിന്റെ വെളിപ്പാട് പ്രകാരം തെറ്റാണ്. ഇത് പ്രിയപ്പെട്ടവർ ആദ്യം മനസ്സിലാക്കണം. നമ്മൾ എപ്പോഴും ഒരു ഉപദേശം പഠിക്കുമ്പോൾ നമ്മൾ അതിന്റെ എതിർ ന്യായങ്ങൾ പഠിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ശരിയായ ദിശയിൽ മുന്നോട്ട് വരുവാൻ കഴിയുള്ളൂ. ഒന്ന്, ഒരു തൈല അഭിഷേകത്തിലൂടെ ലഭിക്കുന്നതല്ല പരിശുദ്ധാത്മാവിൽ സ്നാനം. പുതിയ നിയമം പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മ സ്നാനം. രണ്ട്, ഒരു പാപി രക്ഷിക്കപ്പെടുന്ന നിമിഷം ലഭിക്കുന്നതല്ല പരിശുദ്ധാത്മ സ്നാനം. അപ്പോൾ നമ്മൾക്ക് ചില കാര്യങ്ങൾ ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. എന്താണ് പരിശുദ്ധാത്മ സ്നാനം? അപ്പോൾ ഞാനിവിടെ നിങ്ങൾക്ക് കാണാൻ ചില ചോദ്യങ്ങൾ എഴുതിയിരിക്കും. ഇന്ന് രാവിലെ എഴുതിയ ചോദ്യങ്ങൾ, ഇന്ന് വെളുപ്പിന് എഴുന്നേറ്റ് ഞാൻ എഴുതിയ ചോദ്യങ്ങളാണ്. ഒന്ന്, എന്താണ് പരിശുദ്ധാത്മാവിൽ സ്നാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? We have to define what is meant by the holy baptism in Holy Spirit. രണ്ട്, ആർക്കാണ് പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടുവാൻ യോഗ്യതയുള്ളത്? Who is qualified to receive the baptism in the Holy Spirit? മൂന്നാമതൊരു ചോദ്യം ഞാൻ എന്നോട് ചോദിച്ചതാണ്, ആരാണ് പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടുന്നത്? Who is the baptizer? നാല്, പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടുന്നതിന്റെ ആവശ്യം, ഇതിന്റെ ആവശ്യം എന്താണ്? നമ്മള് പാപിയായ ഒരു മനുഷ്യൻ സുവിശേഷം കേട്ട് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്ന നിമിഷം നിത്യജീവൻ ലഭിച്ചു കഴിഞ്ഞു. എവർലാസ്റ്റിംഗ് ലൈഫിലേക്ക് ആ വ്യക്തി കടന്നു കഴിഞ്ഞു. പിന്നെ എന്തിനാ ബാക്കി കാര്യങ്ങളൊക്കെ? അത് വിശ്വസിച്ച് അങ്ങ് ജീവിച്ചാൽ പോരെ? ഇതൊരു നിങ്ങൾ ചോദിക്കേണ്ട ഒരു ചോദ്യമായത്. അപ്പോൾ തന്നെ അടുത്ത ചോദ്യം, എപ്പോഴാണ് ഒരു വിശ്വാസി പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടുന്നത്? ഇത് എന്റെ ഉള്ളിൽ വന്ന 5 ചോദ്യങ്ങളാണ്. നിങ്ങൾക്ക് ഈ ചോദ്യത്തിനോട് ചേർക്കാം. പിന്നീട് ഈ ചോദ്യത്തിനോട് ഓരോ ചോദ്യങ്ങൾ ചേർത്തുകൊണ്ട് നിങ്ങൾക്ക് ആ ചോദ്യങ്ങൾ ചോദിക്കുവാൻ സാധിച്ചു കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തതയിലേക്ക് നമുക്ക് വരുവാൻ സാധിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ അടുത്തത്, നമ്മൾ ഈ ഒരു ബൈബിൾ ക്ലാസിന്റെ ഒരു കുറിവാക്യത്തിലേക്ക് വരികയാണ്. ഞാൻ എടുത്തിരിക്കുന്നത് മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 7-ാം വാക്യമാണ്. എന്നിലും ബലമേറിയവൻ എന്റെ പിന്നാലെ വരുന്നു. ഇത് സ്നാപക യോഹന്നാൻ സ്നാനജലത്തിങ്കിൽ നിന്ന് അവിടെ തടിച്ചുകൂടിയ ജനാവലിയോട് പ്രസംഗിക്കുന്ന പ്രസംഗത്തിന്റെ ഭാഗമാണ്. അവന്റെ ചെരുപ്പിന്റെ വാറ് കുനിഞ്ഞഴിപ്പാൻ ഞാൻ യോഗ്യനല്ല, ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു. അവനോ എന്ന് പറഞ്ഞാൽ ഒരുവൻ വരുവാനുണ്ട്, വന്നുകൊണ്ടിരിക്കുകയാണ്. സ്നാനപ്പെടുവാനായിട്ട് കർത്താവ് വന്നുകൊണ്ടിരിക്കുകയാണ്. അവനോ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കും എന്ന് അവൻ പ്രസംഗിച്ചു പറഞ്ഞു. ഇത് സ്നാപക യോഹന്നാന്റെ പ്രസംഗത്തിന്റെ ഒരു ഏറ്റവും മാർമികമായ ഒരു ഭാഗമാണ്. ഇവിടെയാണ് ജനം ആദ്യം കേൾക്കുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ച്, പരിശുദ്ധാത്മാവിൽ സ്നാനത്തെ കുറിച്ച് ആദ്യം കേൾക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ അവിടെ തടിച്ചുകൂടിയിരുന്ന ആ സമയം, ആ നിമിഷം അവിടെ കൂടി വന്നിരുന്ന ജനങ്ങളൊക്കെയും പുതിയ ഒരു വിഷയം കേൾക്കുകയാണ്, പരിശുദ്ധാത്മാവിൽ സ്നാനം. അപ്പോൾ തലേ ദിവസം കേട്ടവരും അടുത്ത ദിവസം കേട്ടവരും ഇത് കേട്ടിട്ടില്ല. നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് വരുമ്പോൾ എഫെസോസിലെ ശിഷ്യന്മാരെ കുറിച്ച് നമുക്കറിയാം. അവർ പറയുന്ന ഒരു കാരണം, ഞങ്ങൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേട്ടിട്ട് പോലുമില്ല. കാരണം അവർ ഈ നിമിഷം അവിടെ ഉണ്ടായിരുന്നവരല്ല. ഈ നിമിഷം അവിടെ ഉണ്ടായിരുന്നവർ എല്ലാവരും പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേട്ടവരാണ്. ഇത് ഒരു പോയിന്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഇനിയും നമ്മൾ ആദ്യം ഒരു ചോദ്യം ചോദിച്ചു, എന്താണ് ഈ പരിശുദ്ധാത്മ സ്നാനം എന്ന് പറയുന്നത്? നമ്മൾ അത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ, തീർച്ചയായിട്ടും എന്നെ കേൾക്കുന്ന നല്ലൊരു ശതമാനവും പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെട്ടവരാണെന്ന് എനിക്കറിയാം. അപ്പോൾ എന്തുകൊണ്ടാണ് നാം ഇത് പഠിക്കുന്നത്? നമ്മളെ കൂടുതൽ ബലപ്പെടുത്തുവാനായിട്ട്. നമ്മൾ ഏറ്റിരിക്കുന്നത് അത് തന്നെ അല്ലേ, മറ്റൊന്നും അല്ലല്ലോ. ഞാൻ പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെട്ടവനാണ് എന്നൊരു ഉറപ്പ്. പലപ്പോഴും നമുക്ക് ആ ഉറപ്പില്ല. കാരണം ദേവദാസന്മാർ ചോദിക്കും, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാത്തവർ ആരൊക്കെ ഉണ്ട്, അല്ലെ പ്രാപിച്ചവർ ആരൊക്കെ ഉണ്ട്? പലപ്പോഴും നമ്മൾ ഞാൻ കണ്ടിട്ടുണ്ട്, ചിലർ പകുതി കൈ ഉയർത്തും. കാരണം അവർക്ക് അത്ര ഉറപ്പില്ല അവർക്ക് ഇത് ലഭിച്ചിട്ടുണ്ടോ എന്ന്. അപ്പോൾ നമ്മൾക്ക് അത് മനസ്സിലാക്കണം. നമ്മൾ ഒരു വിഷയത്തെ കുറിച്ച് പഠിക്കുകയും ഒരു വിഷയം നമ്മുടെ ജീവിതത്തിലുള്ള വിഷയത്തെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾക്ക് നല്ല ഉറപ്പുണ്ടായിരിക്കണം. സ്തോത്രം. അപ്പൊ ഉറപ്പുള്ളവരായി മുൻപോട്ട് പോകുവാനാണ് വിശുദ്ധ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നാം വിഷയം പഠിക്കുന്നത്. ഒന്നാമത് എനിക്ക് ലഭിച്ച ഒരു ബോധ്യം എന്ന് പറയുന്നത്, പരിശുദ്ധാത്മ സ്നാനം ഒരു പ്രവചന നിവൃത്തിയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഉള്ള ചില പ്രവചനങ്ങളുടെ നിവൃത്തിയാണ് പരിശുദ്ധാത്മാവിൽ സ്നാനം എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്, നമ്മൾ
നോക്കുമ്പോൾ യെശയ്യാ പ്രവചനം 44 അധ്യായം 3 വാക്യത്തിലേക്ക് വരുമ്പോൾ, ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും, നിന്റെ സന്തതിമേൽ എന്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്മേൽ എന്റെ അനുഗ്രഹത്തെയും പകരും. വളരെ വ്യക്തമാണ്. ഇവിടെ യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചു പറയുകയാണ്, ഇത് യഹൂദ ഗോത്രത്തോടുള്ള പ്രവചനമാണ്. യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചു പറയുകയാണ്, നിന്റെ സന്തതിമേൽ എന്റെ ആത്മാവിനെ ഞാൻ പകരും. ഇവിടെ ഒരു വാക്ക് ശ്രദ്ധിച്ചോണം, സന്തതിമേൽ, കേട്ടോ. ഇതൊരു പ്രവചനമാണ്. ഇനി അടുത്ത പ്രവചനം പരിശുദ്ധാത്മ സ്നാനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കാണുന്നത് യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം, എല്ലാവർക്കും കാണാതെ അറിയാവുന്നതായ 28-29 വാക്യങ്ങളാണ്. അതിന്റെ ശേഷമോ ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. ഇവിടെ ഓർക്കുക, സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. ഇനി മൂന്നാമതായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് യോഹന്നാൻ 14:16. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. നിങ്ങളോട് കൂടെ, ആ പദം ശ്രദ്ധിച്ചോണം. നിങ്ങളോട് കൂടെ, നിങ്ങളുടെ ഉള്ളിലല്ല. നിങ്ങളുടെ ഉള്ളിൽ ഉള്ള വാസം വേറെ പറയുന്നുണ്ട്. ഇത് നിങ്ങളോട് കൂടെ വസിക്കുക, ഉള്ളിൽ വസിക്കുക, മേൽ വരിക, കൂടെ വസിക്കുക എന്നുള്ള ചില പദപ്രയോഗങ്ങള് നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ ശ്രദ്ധിക്കണം. അത് അടിവരയിടണം. അടുത്തത് യോഹന്നാൻ 7-ാം അധ്യായം. നമുക്കറിയാം, ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ എന്ന ഒരു ഭാഗം, ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന് നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിപ്പാനുള്ള ആത്മാവിനെ കുറിച്ച് ആകുന്നു പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം ഉണ്ട്, വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവജല നദികൾ ഒഴുകുമെന്നുണ്ട്. ആ ജീവജല നദികളെ കുറിച്ച് ധാരാളം വ്യാഖ്യാനമുണ്ട്. അത് ഞാൻ നിങ്ങളുടെ ഒരു ബോധ്യത്തിനായി പറയുവാൻ ആഗ്രഹിക്കുന്നത്, യഥാർത്ഥത്തിൽ അത് സുവിശേഷീകരണമാണ്. എന്ന് വെച്ചാൽ, രക്ഷിക്കപ്പെട്ടവനായ എന്റെ ഉള്ളിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നതായ ആ ജീവജലം, എനിക്ക് ലഭിച്ചതായ നിത്യരക്ഷ, അതാണല്ലോ ജീവജലം. ആ നിത്യരക്ഷയെ ഞാൻ മറ്റുള്ളവരിലേക്ക് ഒഴുക്കി കൊടുക്കുക. എങ്ങനെയാണ്? ഞാൻ മറ്റുള്ളവരോട് ക്രൂശിതനായ ക്രിസ്തുവിന്റെ സുവിശേഷം അറിയിക്കുക. അങ്ങനെ അവര് ആ സുവിശേഷം കേട്ട് അതിൽ വിശ്വസിച്ച് അവർ മാനസാന്തരപ്പെട്ട് അവരും ക്രിസ്തുവിനോട് ചേർന്ന് വരിക. ഇങ്ങനെയാണ് ആ ജീവജലം മറ്റുള്ളവരിലേക്ക് ഒഴുകുക എന്ന് പറയുന്നത്. മറ്റുള്ളവർക്കും പ്രയോജനപ്പെടുമാറ് എന്നിലുള്ള ജീവജലം, എന്നിലൂടെ ഒഴുകുന്ന ജീവജലം, ഞാൻ അവകാശമാക്കിയിരിക്കുന്ന ജീവജലം മറ്റുള്ളവരിലേക്ക് കൂടെ ഒഴുക്കി കൊടുക്കുക എന്ന് വെച്ചാൽ ക്രിസ്തുവിന്റെ സാക്ഷികളാവുക. ഇതാണ് എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലം ഒഴുകുമെന്ന് പറയുന്നത്. ഇത് എന്തിനെ കുറിച്ച് പറയുന്നു? തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ച്. അവിടെ അവസാനം നമ്മൾ കാണുന്നു, യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടില്ലായികയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഇത് പിന്നീട് നടക്കുന്ന ഒരു കാര്യമാണ്. യേശുവിന്റെ മുമ്പിലുള്ള ഈ ശിഷ്യന്മാരെല്ലാം യേശുവിൽ വിശ്വസിച്ചവരാ. നമുക്കറിയാം, പത്രോസ് അത് ഏറ്റുപറഞ്ഞതാണ്. രക്ഷാവചനം ഏറ്റുപറഞ്ഞ ആദ്യത്തെ വ്യക്തി ആരാണ്? പത്രോസാണ്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞത് പത്രോസാണ്. അപ്പോൾ തീർച്ചയായിട്ടും തന്റെ മുമ്പിലുള്ള, താൻ ആരോടാണ് സംസാരിക്കുന്നത് എന്ന് വെച്ചാൽ യേശു ക്രിസ്തു ആരോടാണ് ഇത് സംസാരിക്കുന്നത്? അവരെല്ലാം യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചവരാണ്, വിശ്വസിച്ച് ചേർന്ന് വന്നവരാ. അപ്പോൾ അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മവാസം ഉണ്ട്. പക്ഷെ ഇതെന്താ പറയുന്നത്? പിന്നീട് ലഭിക്കുവാനുള്ള, ചിലർ പറയാനുണ്ട് ഒരു സെക്കൻഡ് എക്സ്പീരിയൻസ് ഉണ്ടോ? അപ്പോൾ ഇതിനെ എതിർക്കുന്നവർ പറയുന്നത് ഒരു സെക്കൻഡ് എക്സ്പീരിയൻസ് ഇല്ല എന്ന. പെന്തക്കോസ്തുകാർ ഇത് തെറ്റായി പഠിപ്പിക്കുകയാണെന്നാണ് അവർ പറയുന്നത്. ഈ പരിശുദ്ധാത്മ സ്നാനത്തെ എതിർക്കുന്നവർ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പാപി വിശ്വസിച്ച് ക്രിസ്തുവിനോട് ചേർന്നതിന് ശേഷമാണ് ഈ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നത് എന്നുള്ളത് പ്രിയ ദൈവമക്കൾ മനസ്സിലാക്കുക. ആദ്യം ഞാൻ ഈ 1A 1B എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമാണ്. ചോദ്യം മറന്നു പോകരുത്. എന്താണ് ഈ പരിശുദ്ധാത്മ സ്നാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ലെ, നിങ്ങൾ എങ്ങനെയാണ് അതിനെ ഡിഫൈൻ ചെയ്യുന്നത്? നിങ്ങൾ എങ്ങനെയാണ് അതിനെ വ്യക്തമായി ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്? പരിശുദ്ധാത്മ സ്നാനം എന്നാൽ എന്ത് എന്നുള്ളത് രണ്ടാമത്തെ ഒരു ഉത്തരമാണ്. അപ്പൊ 1A കഴിഞ്ഞു, ഇത് 1B ആണ്. പരിശുദ്ധാത്മ സ്നാനം എന്നത് പിതാവിന്റെ വാഗ്ദത്തമാണ്. നമ്മളുടെ പെന്തക്കോസ്ത് ജീവിതത്തിൽ അനേക വാഗ്ദത്തങ്ങളെ കുറിച്ച് കേട്ടിരിക്കുന്നവരാണ്. നമ്മൾ കേട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട വാഗ്ദത്തം അബ്രഹാമിന് കർത്താവ് കൊടുത്തതായ വാഗ്ദത്തം. അത് ഇസ്രായേൽ മക്കൾ ഭൗതികമായി തന്നെ പ്രാപിച്ചു. അവർ കനാനിലേക്ക് കടന്നപ്പോൾ അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം നിവൃത്തിയായി. അവരെ സംബന്ധിച്ച്, യഹൂദന്മാരെ അല്ലെങ്കിൽ ഇസ്രായേലിനെ, പഴയ നിയമ ഇസ്രായേലിനെ സംബന്ധിച്ച് അവർ യോർദാൻ കനാനിലേക്ക് കടന്നപ്പോൾ അബ്രഹാമിന് കർത്താവ് ദൈവം നൽകിയിരുന്നതായ വാഗ്ദത്തം
അവരിൽ നിവൃത്തിയായി. പക്ഷേ പുതിയ നിയമം നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ ആത്മീയ അർത്ഥമാണ് നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കുന്നത്. നമുക്കറിയാം, പഴയ നിയമത്തിൽ മിക്ക കാര്യങ്ങളും ഭൗതികമാണ്, ജഡീകമാണ്, നമ്മുടെ ശരീരം ബന്ധപ്പെട്ടതാണ്, ഈ ലോകത്തിലെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ജീവിതവുമായിട്ട് കർത്താവിനോട് കൂടിയുള്ള നിത്യവാസവുമായി ബന്ധപ്പെട്ട ആത്മീയ കാര്യങ്ങളാണ് പുതിയ നിയമത്തിൽ നമുക്ക് പഠിക്കുവാൻ സാധിക്കുന്നത്. അപ്പോൾ പഴയ നിയമത്തിലുള്ള ചില ഉദ്ധരണികൾ പോലും, ചില കൊട്ടേഷനുകൾ പോലും പുതിയ നിയമത്തിൽ ആ പഴയ നിയമത്തിലുള്ളതിന്റെ ആത്മീയ മണ്ഡലത്തെ, ആത്മീയ മേഖലയെ, ആത്മീയ അർത്ഥത്തെ വെളിപ്പെടുത്തുന്നതാണ്. നമ്മൾ യെശയ്യാ പ്രവചനം വായിച്ചപ്പോൾ, യോവേൽ പ്രവചനം വായിച്ചപ്പോൾ ഇസ്രായേൽക്കാർക്ക് അത് അറിയില്ലായിരുന്നു ഇതെന്താണെന്ന്. പക്ഷെ പുതിയ നിയമത്തിൽ വരുമ്പോഴാണ് പത്രോസ് അപ്പോസ്തലൻ അത് ഉദ്ധരിച്ചുകൊണ്ട് പ്രസംഗിക്കുമ്പോഴാണ് ആ കാണുന്നത് വെറും ഭൗതികമല്ല, അത് ആത്മീയമാണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ ഇത് പിതാവിന്റെ വാഗ്ദത്തമാണ്, യഥാർത്ഥത്തിൽ അബ്രഹാമിനോടുള്ള വാഗ്ദത്തം തന്നെയാണ്. ആ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് കൊണ്ടുപോകുന്ന ആ വാഗ്ദത്തം, അത് അബ്രഹാമിന് അത് ആത്മാവിൽ മനസ്സിലായി. നമ്മളത് എബ്രായ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. കാരണം നമ്മുടെ പിതാക്കന്മാര് കാക്ഷിച്ചിരുന്നത് ആത്മീയമായതിനെയാണ്. പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവർ പ്രാപിച്ചതൊക്കെ ഭൗതിക, പക്ഷെ അവർ ഈ ആത്മീയമായതിനെ കാത്തിരുന്നു. അതുകൊണ്ട് എബ്രായ ലേഖനത്തിൽ പറയുന്നത് നമ്മെ കൂടാതെ അവർ രക്ഷാപൂർത്തി പ്രാപിക്കാതെ ഇരിക്കുവാൻ. അപ്പോൾ നമുക്ക് വേണ്ടി കർത്താവ് ഒന്ന് കരുതി, സ്തോത്രം. അപ്പോൾ അത് ദൈവത്തിന്റെ മുന്നറിവാണ്. കർത്താവ് നേരത്തെ അറിഞ്ഞു ഇതെല്ലാം സംഭവിക്കാൻ പോകുന്നു. ജാതികളുടെ മേൽ എന്റെ ആത്മാവിനെ പകരണം, അവരെല്ലാം രക്ഷിക്കപ്പെടണം, ഹല്ലേലൂയ, അവര് വിശുദ്ധ ജനത്തോട് ചേരണം. ഇതൊക്കെയാണ് റോമർ ലേഖനത്തിലൊക്കെ പൗലോസ് അപ്പോസ്തലൻ എഴുതുന്നത്. ജാതികളായ നിങ്ങളെയും വിശുദ്ധന്മാരോടുകൂടെ അവകാശം ഒരുപോലെ അവകാശമാക്കേണ്ടതിന്. ലൂക്കോസ് 24:49 കർത്താവ് തന്റെ സ്വർഗാരോഹണത്തിന് മുമ്പായിട്ട് അപ്പോസ്തലന്മാരോട് പറയുകയാണ്, എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. സ്തോത്രം. വളരെ വ്യക്തമാണത്. ഇവിടെ കർത്താവ് തന്നെ പറയുകയാണ്, പിതാവിന്റെ വാഗ്ദത്തത്തെയാണ് ഞാൻ നിങ്ങളുടെ മേൽ അയക്കുവാൻ പോകുന്നത്. അർത്ഥാൽ പരിശുദ്ധാത്മ സ്നാനം എന്ന് പറയുന്നത് പിതാവിന്റെ വാഗ്ദത്തമാണ്. 2 പ്രവൃത്തികൾ 1:4 അത് തന്നെ കർത്താവ് പറഞ്ഞത് അവിടെ ലൂക്കോസ് റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. നിങ്ങൾ എന്നോട് കേട്ട, നിങ്ങൾ യെരുശലേമിൽ നിന്ന് പോകാതെ എല്ലാവരും എന്ത് ചെയ്യണം? നിങ്ങൾ യെരുശലേമിൽ തന്നെ ആയിരിക്കണം. നിങ്ങൾ ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടിയാണ്? നിങ്ങൾ എന്നോട് കേട്ട, ഞാൻ നിങ്ങളോട് കൂടെ ആയിരുന്നപ്പോൾ നിങ്ങളോട് പറഞ്ഞതായ പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. എന്തിനാണ്? ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് നിങ്ങൾക്ക് സ്നാനം ലഭിക്കും. ഇവിടെ വളരെ വ്യക്തമാണ്, ആ വാഗ്ദത്തം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൽ സ്നാനമാണ്. മനസ്സിലായല്ലോ? ഇനിയും കുറച്ചുകൂടെ ഒരു പടി കൂടെ ഞാൻ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. അതാണ് ഗലാത്യ ലേഖനം 3:13-14. എനിക്ക് അറിയാം, പരിശുദ്ധാത്മ സ്നാനത്തെ സംബന്ധിച്ച് ഇന്ന് വരെ ആരും ഈ ഒരു വേദഭാഗം കോട്ട് ചെയ്ത് കേട്ടിട്ടില്ല, ഉദ്ധരിച്ച് കേട്ടിട്ടില്ല. കാരണം ഇവിടെ പരിശുദ്ധാത്മ സ്നാനം ഉള്ളത്. അപ്പോൾ ഗലാത്യ ലേഖനത്തിലേക്ക് നിങ്ങൾ പോകണം. 3-ാം അധ്യായം 13-14. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായ പ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി അബ്രഹാമിന്റെ അനുഗ്രഹം. നോക്കിയേ, ഇതാണ് അബ്രഹാമിന് പിതാവായ ദൈവം കൊടുത്തതായ വാഗ്ദത്തം. ദൈവം ഞാൻ നിന്നെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞ ആ അനുഗ്രഹം എന്താണെന്ന് പൗലോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിനാൽ ഇവിടെ എഴുതി വച്ചിരിക്കുകയാണ്. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന്. ക്രിസ്തുവേശുവിൽ ജാതികൾ എന്ന് പറഞ്ഞാൽ നാം ഓരോരുത്തരും, നാം എല്ലാം ജാതികളായിരുന്നു. ക്രിസ്തുവേശുവിൽ വിശ്വസിച്ചതിനാൽ നമുക്ക് ഓരോരുത്തർക്കും ആ അനുഗ്രഹം ലഭിക്കേണ്ടതിന് എന്താണ്? ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിക്കാൻ തന്നെ. അപ്പോൾ ഇവിടെയാണ് പിതാവിന്റെ വാഗ്ദത്തം. പിതാവിന്റെ വാഗ്ദത്തം എന്താണ്? പരിശുദ്ധാത്മാവിൽ നമ്മെ സ്നാനപ്പെടുത്തും. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരും. എല്ലാവരുടെയും തന്റെ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരുടെയും മേൽ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ അയക്കും. ഇതാണ് പിതാവിന്റെ വാഗ്ദത്തം. അപ്പോൾ ഈ വാഗ്ദത്തമാണ് അബ്രഹാമിനോട് പറഞ്ഞത്. പക്ഷെ അവർക്ക് അന്ന് അത് ഭൗതികമായി തന്നെയാണ് മനസ്സിലായതും, അവർ ഭൗതികമായി തന്നെയാണ് അത് ഗ്രഹിച്ചതും, അവർ ഭൗതികമായാണ് അതെല്ലാം പ്രാപിച്ചതും. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അതിന്റെ ആത്മീയമായ തലം നമ്മൾക്ക് പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ 2 കാര്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ. എന്താണ് പരിശുദ്ധാത്മ സ്നാനം എന്ന് ഒരാൾ ചോദിക്കുമ്പോൾ, 1 അത് പ്രവചന നിവൃത്തിയാണ്, 2 അത് പിതാവിന്റെ വാഗ്ദത്തമാണ്. ഇനി എന്തൊക്കെയാണ്? നമുക്ക് മുന്നോട്ട് പോകാം. ഞാൻ ഇതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം തേടും. ആ ഉത്തരം തേടുമ്പോഴാണ് ആ വിഷയത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അടുത്ത നോക്കിയേ, 1C 3-ാമത്തെ ഒരു ഉത്തരമാണ് ഉയരത്തിൽ നിന്നുള്ള ശാക്തീകരണം. ഇവിടെയാണ് ഞാൻ
ആദ്യം പറഞ്ഞതായ സമുദായ സഭകളും പ്രൊട്ടസ്റ്റന്റ് സഭകളും അവർക്ക് ഇത് തെളിയിക്കുവാൻ കഴിയാതെ പോകുന്നത്. കാരണം എപ്രകാരമാണ് ഒരു മൂറോൻ അഭിഷേകം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വിശ്വസിക്കുന്ന നിമിഷം പരിശുദ്ധാത്മ ഉള്ളിൽ വാസം ചെയ്യുമ്പോഴോ ഒരു വിശ്വാസി ശക്തിപ്പെടുന്നത്, ബലപ്പെടുന്നത്. അതുകൊണ്ട് ഉയരത്തിൽ നിന്നുള്ള ശാക്തീകരണമാണ്, എംപവർമെന്റ് ആണ് പരിശുദ്ധാത്മാവിലുള്ള സ്നാനം എന്ന് പറയുന്നത്. അതിന് തെളിവായിട്ട് നമ്മൾ മുമ്പെടുത്ത വാക്യങ്ങൾ തന്നെയാണ് ലൂക്കോസ് 24:49. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും, നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം. അപ്പോൾ ഇവിടെ ഒരു ബലപ്പെടുത്തലാണ്, ശാക്തീകരണത്തെ കാണിക്കുന്നത്. എവിടുന്നാണ് ശക്തി വരുന്നത്? ആ ശക്തി വരുന്നത് ഉയരത്തിൽ നിന്നാണ്. എവിടെയാണ് ശക്തി വരുന്നത്? നമ്മൾ ഓരോരുത്തരുടെയും മേൽ ആണ്. അപ്പോൺ അസ്, ഇന്നല്ല, അകത്തല്ല, അപ്പോൺ അസ്. ഇത് വളരെ വ്യക്തമായിട്ട് പ്രിയപ്പെട്ടവർ മനസ്സിലാവും. നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ അത് കൂടുതൽ മനസ്സിലാവും. പ്രവൃത്തിയുള്ള പുസ്തകം 1:8, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്. അപ്പോൾ ഈ ശാക്തീകരണം ആണ് പരിശുദ്ധാത്മാവിലുള്ള സ്നാനത്തിലെ ഏറ്റവും കാതലായ മർമ്മം. ഇതിനെ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ടാണ് ഇതര സമൂഹങ്ങളും നമ്മുടെ പെന്തക്കോസ്ത് വിശ്വാസത്തിലുള്ള ചില ദേവദാസന്മാർ പോലും പഠിപ്പിക്കുന്നത്. അപ്പോൾ പ്രിയമുള്ളവർ, ഇത് വളരെ വ്യക്തമായി മനസ്സിലാകുക. പരിശുദ്ധാത്മ സ്നാനത്തിൽ ഏറ്റവും പ്രകടമാകുന്നതും നമുക്ക് ലഭിക്കുന്നതുമായ ഒരു പ്രത്യേക കൃപയാണ് ദൈവത്താൽ ശാക്തീകരിക്കപ്പെടുക, ഉയരത്തിൽ നിന്ന് ബലം ധരിക്കുക, നമ്മുടെ മേൽ ഒരു പ്രത്യേക ശക്തി വരിക. അത് തീർച്ചയായിട്ടും ഒരു രണ്ടാമത്തെ അനുഭവമാണ്. ഇത് പ്രിയമുള്ളവർ പ്രത്യേകം മനസ്സിലാക്കും. അടുത്തത് 4ാമത്തെ ഒരു ഉത്തരമായിട്ട് കാണുവാൻ സാധിക്കുന്നത്, പരിശുദ്ധാത്മാവ് വിശ്വാസിയുടെ മേൽ വന്ന് വിശ്വാസിയോട് കൂടെ വസിക്കും. സ്തോത്രം. നമ്മൾ പലപ്പോഴും ഇതിനെ എതിർക്കുന്നവര് ചോദ്യം ഉന്നയിക്കുന്നതാണ്, നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ലഭിച്ചല്ലോ, ഇല്ലേ, നിങ്ങളുടെ ഉള്ളിൽ വന്ന് വാസം ആരംഭിച്ചല്ലോ, പിന്നെ എന്തിനാണ് ഒരു രണ്ടാമത്തെ അനുഭവത്തിനായി നിങ്ങൾ കാത്തിരിക്കുന്നത്? സ്തോത്രം. കാത്തിരിപ്പ് യോഗത്തെയൊക്കെ വളരെ എതിർക്കുന്ന ചിലരുടെ ചോദ്യങ്ങളാണ്. അപ്പോൾ അവിടെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇവിടെ നമ്മൾ മുമ്പേ വായിച്ചതായ യെശയ്യാ പ്രവചനം 44:3 വായിക്കുമ്പോൾ അവിടെ ഞാനത് നോട്ട് ചെയ്തിരിക്കുന്ന നോക്കുക, സന്തതി മേൽ എന്റെ ആത്മാവിനെ. ആ മേൽ എന്നുള്ള പദം, അപ്പോൺ എന്നുള്ള പദം നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം. പരിശുദ്ധാത്മാവിൽ സ്നാനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദമാണ് മേൽ എന്നുള്ളത്. സ്തോത്രം. അപ്പോൾ ഉള്ളിൽ ഉണ്ട്, മേലുണ്ട്. രക്ഷിക്കപ്പെടുമ്പോൾ ഉള്ളിലാണ്, പരിശുദ്ധാത്മ സ്നാനത്തിൽ അത് മേലാണ്. കമ്മിങ് അപ്പോൺ us, കമ്മിങ് ഇൻടു us, കമ്മിങ് അപ്പോൺ us. ഇത് രണ്ടും വ്യത്യസ്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, എങ്കിലേ ഈ ഭാഗങ്ങൾ വ്യക്തമായി പഠിക്കുവാൻ സാധിക്കും. അടുത്തത് യോവേൽ പ്രവചനത്തിൽ തന്നെ സകല ജഡത്തിന്മേലും പുത്രനിൽ വിശ്വസിക്കുന്ന, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയുടെ മേലും പിതാവ് പരിശുദ്ധാത്മാവിനെ അയക്കും. ഇതൊരു വാഗ്ദത്തമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് വിശ്വാസിയുടെ മേൽ വന്ന് വിശ്വാസിയോട് കൂടെ വസിക്കുന്നത്. ഇനി എവിടെയാണ് കൂടെ വസിക്കുന്നത് പറഞ്ഞത് നോക്കിയേ, ലൂക്കോസ് 24:49 നമ്മൾ മുമ്പേ വായിച്ചു തന്നെ, എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. കർത്താവ് വളരെ വ്യക്തമായിട്ട് ആ മേൽ എന്നുള്ളത് ഇവിടെ കാണുന്നത് നിങ്ങൾ കാണാം. അപ്പോൾ തന്നെ പ്രവൃത്തികൾ 1:8 പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, ഞാൻ ആ മേൽ എന്നുള്ള പദം കൂടുതൽ ഉറപ്പിക്കുവാൻ വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത്. ഈ മേൽ വന്നിട്ട് യോഹന്നാൻ 14:16 കാര്യസ്ഥനെ, പരിശുദ്ധാത്മാവായ കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന്, നിങ്ങളോട് കൂടെ വസിക്കേണ്ടതിന്. നോക്കിയേ, നമ്മുടെ മേൽ വന്നിട്ട് നമ്മോട് കൂടെ വസിക്കുകയാണ്. സ്തോത്രം. ഇനിയും യോഹന്നാൻ 7:39 അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിപ്പാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുവാൻ, അവരുടെ മേൽ വന്നിട്ട് അവരോട് കൂടെ വസിക്കുവാനുള്ള പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് കർത്താവ് വ്യക്തമായി നമ്മെ പഠിപ്പിച്ചത്. അപ്പോൾ പ്രിയമുള്ളവർ, ഈ കാര്യം മനസ്സിലാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ആദ്യം ഒന്നുകൂടെ പോകാം. അപ്പോൾ നാം എന്തൊക്കെയാണ് ഈ ക്ലാസ്സിൽ ഗ്രഹിച്ചത്? ഒന്ന്, നമ്മൾ കുറിവാക്യം വായിച്ചു. മർക്കോസിന്റെ സുവിശേഷത്തിൽ നിന്ന് സ്നാപക യോഹന്നാൻ തന്റെ പ്രസംഗത്തിന്റെ ഇടയിൽ കർത്താവ് വരുന്നത് കണ്ട് വിളിച്ചു പറയുകയാണ്, എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ്, അവന്റെ ചെരുപ്പിന്റെ വാറ് കുനിഞ്ഞഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല. കാരണം ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായിട്ട് ഈ വെള്ളത്തിൽ സ്നാനപ്പെടുത്തുന്നതേ ഉള്ളൂ, പക്ഷേ എന്റെ പിന്നാലെ വരുന്നവൻ പരിശുദ്ധാത്മാവിൽ നിങ്ങളെ സ്നാനപ്പെടുത്തുന്നവനാണ്. അപ്പോൾ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടുത്തുന്ന സ്നാപകനാണെന്ന് അവിടെ വ്യക്തമാക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇത് ഞാൻ അവസാനം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം കൂടെയാണ്, ആരാണ് പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടുത്തുന്നത്? തുടർന്ന് നമ്മൾ ചില ചോദ്യങ്ങളിലേക്ക് കടക്കുകയായിരുന്നു. അതിന്റെ ഒന്നാമത്തെ ചോദ്യമായിരുന്നു, പരിശുദ്ധാത്മാവിൽ സ്നാനം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? യഥാർത്ഥത്തിൽ എന്താണ്? സ്തോത്രം. അപ്പോൾ അതിന്റെ ഓരോ ഭാഗങ്ങൾ
ധ്യാനങ്ങളിലേക്ക് നമ്മൾ കടക്കുകയായിരുന്നു. പരിശുദ്ധാത്മാവിൽ സ്നാനം എന്നത് പിതാവിന്റെ വാഗ്ദത്തമാണ്. പരിശുദ്ധാത്മാവിൽ സ്നാനം 2 എന്താണ്? അതൊരു പ്രവചന നിവൃത്തിയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ യെശയ്യാ പ്രവാചകനിലൂടെ, യോവേൽ പ്രവാചകനിലൂടെ, യെഹെസ്കേൽ പ്രവാചകനിലൂടെ ഒക്കെ കർത്താവ് മുന്നമേ അരുളി ചെയ്ത, പ്രവചിച്ച പ്രവചനത്തിന്റെ നിവൃത്തീകരണമാണ് പരിശുദ്ധാത്മാവിൽ സ്നാനം എന്ന് പറയുന്നത്. 3 എന്താണ് പരിശുദ്ധാത്മാവിൽ സ്നാനം? പരിശുദ്ധാത്മാവ് ഒരു വിശ്വാസിയുടെ മേൽ, യഥാർത്ഥത്തിൽ ശരീരത്തിന്റെ മേൽ, നമ്മുടെ തലയുടെ മേൽ വരുന്ന ആ പ്രക്രിയയാണ്, ആ വിശുദ്ധമായ ഒരു കർമ്മമാണ് പരിശുദ്ധാത്മാവിൽ സ്നാനം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഇത് വളരെ വ്യക്തമായിരിക്കണം. അടുത്തത്, ഉയരത്തിൽ നിന്ന് നമ്മുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമ്പോൾ നമ്മൾ ശക്തി ധരിക്കുന്നതിനെയാണ് പരിശുദ്ധാത്മാവിൽ സ്നാനം എന്ന് പറയുന്നത്. നമ്മുടെ മേൽ ശക്തി ധരിക്കുന്നത്, നാം ബലപ്പെടുന്നത്, ഉയരത്തിലെ ശക്തി കൊണ്ട് ബലപ്പെടുന്നത് എന്തിനു വേണ്ടിയാണ്? ക്രിസ്തുവിന്റെ സാക്ഷികളാകുവാനായി. സ്തോത്രം. അപ്പോൾ ആ ഒരു ശാക്തീകരണമാണ് പരിശുദ്ധാത്മ സ്നാനത്തിൽ നടക്കുന്നത്. ഇനിയും മുൻപോട്ട് വരുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നിട്ട് നമ്മോട് കൂടെ വസിക്കുവാൻ ആരംഭിക്കുന്നു. വളരെ വ്യക്തമായി മനസ്സിലാക്കുക, ഇത് പരിശുദ്ധാത്മ സ്നാനത്തിലാണ് നടക്കുന്നത്. അപ്പോൾ ഓർത്തു നോക്കിയ പരിശുദ്ധാത്മ സ്നാനം എത്രമാത്രം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്, ഒരു മിസ്റ്ററിയാണ് എന്നുള്ളത്. ആ മിസ്റ്ററിയെ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. ആ സ്വർഗീയമായ ആ മർമ്മത്തെ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ഒരു വലിയ വിശുദ്ധ പ്രക്രിയയാണ് പരിശുദ്ധാത്മാവിൽ സ്നാനം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇതേക്കുറിച്ച് കൂടുതൽ അറിയുമ്പോൾ നാം ഇതിനുവേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ വാഞ്ചിക്കണം. ചിലർ പറയുന്നത് കേട്ട്, സ്തോത്രം, 1 കൊരിന്ത്യർ 12-ാം അധ്യായം 13-ാം വാക്യം എടുത്താണ് ചിലർ പറയുന്നത്, ഒരു പദം മാത്രം എടുത്തിട്ട്, നിങ്ങളെല്ലാം പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെട്ടവരല്ലയോ എന്ന് പറയുന്ന ഒരു പദം എടുത്തിട്ട് ആ പദത്തെ വ്യാഖ്യാനം ചെയ്താണ് ഈ പരിശുദ്ധാത്മ സ്നാനത്തിന് എതിരായിട്ട് പഠിപ്പിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അവർ പറയുന്നത്, പൗലോസ് അപ്പോസ്തലൻ പ്രസംഗിക്കുന്നത്, എഴുതുന്നത് ഒരു സഭയോടാണ്. അപ്പോൾ ആ സഭയിലുള്ളവരോടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങൾ ഒരാത്മാവിനാൽ സ്നാനമേറ്റിരിക്കുന്നു, നിങ്ങൾ എല്ലാവരും പരിശുദ്ധാത്മാവിൽ സ്നാനമേറ്റിരിക്കുന്നു. അതിന്റെ അർത്ഥം സഭയോട് ചേർക്കുന്ന പ്രക്രിയയാണ് പരിശുദ്ധാത്മാവിൽ സ്നാനം എന്ന ഒരു വ്യാഖ്യാനമാണ് ഞാൻ മുമ്പ് പറഞ്ഞ ബാപ്റ്റിസ്റ്റ് ബ്രദറൻ സഭാ കൂട്ടായ്മകള് ആരോ 1500കളിൽ എഴുതി വെച്ച ഒരു ഉപദേശം ഇന്നും മനഃപ്പാഠമാക്കി പഠിപ്പിച്ച് അവിടെ വിശ്വാസികളെ പഠിപ്പിക്കുന്നതും. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? അവരെ സംബന്ധിച്ച് നിർവചനം എന്താണ്? പരിശുദ്ധാത്മ സ്നാനം എന്ന് പറഞ്ഞാൽ വിശ്വാസിയെ സഭയോട് ചേർക്കുന്ന പ്രക്രിയ. അപ്പോൾ സഭയിൽ അംഗത്വമുള്ള എല്ലാവരും പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെട്ടവരാണ്. അതുകൊണ്ട് രണ്ടാമത് ഒരു അനുഭവമോ രണ്ടാമത് പരിശുദ്ധാത്മ സ്നാനം എന്നൊരു പ്രക്രിയയോ ഇല്ല. ഓർത്തു നോക്കിയേ, നമ്മളിപ്പോൾ കേട്ടപ്പോൾ പരിശുദ്ധാത്മ സ്നാനത്തെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നത്, നമ്മെ പഠിപ്പിക്കുന്നത് എന്തൊക്കെയെന്ന് കേട്ടപ്പോൾ പ്രിയമുള്ളവർക്ക് മനസ്സിലായി കാണും, എത്ര വികൃതമായും വികലമായിട്ടുമാണ് ഇവർ പരിശുദ്ധാത്മ സ്നാനം എന്ന ആ വിശുദ്ധമായ ശുശ്രൂഷയെ, സ്തോത്രം, ദൈവിക പിതാവ് ചെയ്യുന്ന ശുശ്രൂഷയാണ്. പിതാവ് പുത്രൻ മുഖാന്തരം ചെയ്യുന്ന ശുശ്രൂഷയാണ്. പുത്രൻ പിതാവിനോട് ചോദിച്ചിട്ട്, ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ നിങ്ങളോടുകൂടെ എന്നേക്കുമായിരിക്കേണ്ടതിന് ഒരു കാര്യസ്ഥനെ, മറ്റൊരു കാര്യസ്ഥനെ നിങ്ങൾക്ക് അയച്ചു തരും. നോക്കിയേ, എത്ര വ്യക്തമായ ഭാഷയിൽ, എത്ര സിമ്പിൾ ലാംഗ്വേജിലാണ് കർത്താവ് ഇത് പറയുന്നത്. എന്നിട്ട് അതിനെയൊക്കെ നിരാകരിച്ചുകൊണ്ട് ഇതുമായി യാതൊരു ബന്ധവുമില്ലാത്ത, ശരി പറഞ്ഞല്ല, 1 കൊരിന്ത്യർ 12-ാം അധ്യായം 13-ന്റെ കൊയിനെ ഗ്രീക്ക് പഠിച്ചാൽ ഇതുമായി യാതൊരു ബന്ധവുമില്ല. പരിശുദ്ധാത്മാവിൽ സ്നാനവുമായി യാതൊരു ബന്ധവുമില്ലാത്ത, കാരണം അവിടെ സ്നാപകൻ പരിശുദ്ധാത്മാവ്, ഓർത്തു നോക്കി. അപ്പോൾ യാതൊരു ബന്ധവുമില്ലാത്ത ഒരു കാര്യത്തെ വികലമാക്കി പഠിപ്പിച്ച് ഇന്ന് നമ്മുടെ ഇടയിൽ, നമ്മുടെ യുവാക്കന്മാരുടെ ഇടയിൽ പലരും തെറ്റിപ്പോയിരിക്കുന്നു. ഞാൻ ഫേസ്ബുക്കിൽ കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് ഈ ഏകദേശം ഇപ്പോൾ തന്നെ 22 പോസ്റ്റുകളായി ഈ ഒരു വിഷയം മാത്രം വെച്ച്. അന്ന് എനിക്ക് എതിരായി കമന്റുകൾ ഇട്ട പലരും നമ്മളുടെ പെന്തക്കോസ്ത് യുവ സഹോദരങ്ങളാണ്. അങ്ങനെ ഒരു സംഗതി ഇല്ല, താങ്കൾ പഠിപ്പിക്കുന്നതെല്ലാം തെറ്റാണ്, ഇങ്ങനെ ഒരു പഠനമില്ല, ഇങ്ങനെ ഒരു വിഷയത്തെ കുറിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ സഭയിൽ അംഗത്വം നേടിക്കഴിഞ്ഞാൽ, നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മ സ്ഥാനം ഏറ്റു കഴിഞ്ഞു, ഇനി അതിനുവേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല എന്ന് എന്നോട് വാക്കുതർക്കം നടത്തിയ യുവ സഹോദരങ്ങളുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഈ ഒരു വിഷയത്തിൽ വളരെ ആഴത്തിൽ പഠിക്കുകയും അത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുകയും ചെയ്തത്. ഇന്ന് കർത്താവിന്റെ കൃപയാൽ ഇത് ദൈവനിശ്ചയമാണ്, നിങ്ങൾ ഇത് പഠിക്കണം. പ്രത്യേകിച്ച് ഏലിയൻ സഭയിലുള്ള യുവ തലമുറ മുഴുവൻ ഈ ഒരു വിഷയം വ്യക്തമായിട്ട് പഠിക്കണം. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആ ചോദ്യങ്ങൾ ചോദിച്ചത് നമ്മളൊരു സഭയിൽ എല്ലാവരും കൂടെ ഇരുത്തി ചോദിക്കുമ്പോൾ പലർക്കും അതിന് ഉത്തരമില്ല. എന്താണ് പരിശുദ്ധാത്മ സ്നാനം എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയും അന്യഭാഷ പറയുന്നതാണ്. സ്തോത്രം. നമ്മളിപ്പോൾ ഇന്നത്തെ ക്ലാസ് നോക്കി അന്യഭാഷ എന്നൊരു വാക്ക് പോലും ഉച്ചരിച്ചില്ല. അപ്പോൾ അന്യഭാഷ പറയുന്നത് അല്ല
പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടുക എന്ന് പറയുന്നത്. എന്താണ് പരിശുദ്ധാത്മാവ്? ഇനിയും അന്യഭാഷ വരും, മുൻപോട്ട് വരും അതിന്റെ കാര്യങ്ങൾ. ഓരോ ഇന്നിപ്പം ഭാഗം ഒന്നാണല്ലോ. ഇനിയും ദൈവം അനുവദിച്ചാൽ, കർത്താവിന്റെ വരവ് താമസിച്ചാൽ, നമുക്ക് സമയം കിട്ടുന്ന അനുസരിച്ച് ഇതിന്റെ മുന്നോട്ടുള്ള ഭാഗങ്ങളും ഞാൻ പഠിച്ച് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാനും വിദ്യാർത്ഥിയാണ്, ഞാൻ ഇത് പഠിക്കുകയാണ്. ഇത് പഠിച്ച് എനിക്ക് ലഭിക്കുന്ന ബോധ്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ നിങ്ങളും അത് ഏറ്റെടുത്തിട്ട് നിങ്ങളും ഇത് ആഴത്തിൽ പഠിച്ച് നിങ്ങൾക്കുള്ള ബോധ്യങ്ങളും തിരികെ പങ്കുവയ്ക്കുമ്പോൾ, നിങ്ങൾക്കുള്ള സംശയങ്ങൾ ചോദിക്കുമ്പോൾ ഇതെന്താകും? ഇത് നല്ല ബൈബിൾ ക്ലാസ് ആകും. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഇത്രയും സമയം ലഭിച്ചതിനാൽ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുന്നു. നിങ്ങളെ ഓരോരുത്തരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, മനോഹര നിമിഷങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തുതിച്ച് മഹത്വപ്പെടുന്ന കർത്താവ്, ഇന്ന് അവിടുത്തെ വളരെ പ്രാധാന്യമുള്ളതായ, അവിടുത്തെ ഹൃദയത്തിലെ വലിയൊരു ആഗ്രഹമായ, അവിടുത്തെ വാഗ്ദത്തമായ പരിശുദ്ധാത്മാവിൽ സ്നാനം എന്ന വിഷയത്തെക്കുറിച്ച് ഞങ്ങൾക്ക് വിശുദ്ധ വേദപുസ്തകം, അവിടുത്തെ തിരുവചനം ആധികാരികമായി ആധാരമാക്കി കർത്താവെ പഠിക്കുവാൻ തുടങ്ങുവാൻ അവിടുന്ന് കൃപ ചെയ്തിരിക്കാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. അവിടുത്തെ വരവ് താമസിച്ചാൽ മുമ്പോട്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ വിഷയത്തെ കൂടുതൽ പഠിക്കുകയും ഗ്രഹിക്കുകയും കർത്താവെ അതിന്റെ അന്തസത്ത പൂർണ്ണമായി ഗ്രഹിച്ചിട്ട് ഞങ്ങൾ ഏറ്റിരിക്കുന്ന പരിശുദ്ധാത്മാവിൽ സ്നാനം അതിന്റെ പൂർണ്ണമായ ഉപയോഗത്തിലേക്ക്, അതിന്റെ പ്രായോഗിക തലത്തിലേക്ക് ഞങ്ങൾക്ക് കടന്നു വരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ കർത്താവ്. ഈ ക്ലാസ് ശ്രവിച്ച എല്ലാവരെയും ഓരോരുത്തരെയും കർത്താവ് അവിടുന്ന് അനുഗ്രഹിക്കണം. പ്രത്യേകാൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കരങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തണമേ ദൈവമായ കർത്താവ്. ഈ പ്ലാറ്റ്ഫോമിലൂടെ പ്രിയപ്പെട്ടവരോട് ദൈവവചനം സംസാരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ദൈവദാസന്മാരെയും യുവ സഹോദരങ്ങളെയും ഏവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമായ കർത്താവ്. അവരെല്ലാം അവിടുന്ന് ക്രൂശിന്റെ മറവിൽ നിർത്തി ബലപ്പെടുത്തണമേ കർത്താവ്. പ്രാർത്ഥന കേട്ടിക്കാൻ സ്തുതിക്കുന്നു. ഒരു നല്ല ദിനത്തെ ഞങ്ങൾക്ക് ദാനം ചെയ്തിരിക്കാൻ നന്ദിയോടെ സ്തുതിക്കുന്നപ്പ. പ്രാർത്ഥന കേട്ടിക്കാൻ സ്തുതിക്കുന്നു കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുണ്യ തിരുനാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, ഏകജാതനായ പുത്രനമ്പുരാന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ ആവാസം നാം ഓരോരുത്തരോടുകൂടിയും, നാം ഇന്ന് പ്രാർത്ഥിച്ചതായ എല്ലാ വിഷയങ്ങളോടുകൂടിയും, നമ്മുടെ സഭയോടുകൂടിയും കർത്താവിന്റെ വരവരെയും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ.